ഹല്ലേലൂയ. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവ് യേശുക്രിസ്തു നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഹല്ലേലൂയ. ഒരു പ്രഭാതം കൂടെ കർത്താവ് നമുക്ക് ദാനമായി തന്നോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന കഴിഞ്ഞ ദിവസം ഹല്ലേലൂയ വിശ്വാസത്തെക്കുറിച്ച് അല്പമായിട്ട് പറയുവാനിടയായി. അതിനാധാരമായിട്ട് ഇന്നും ഒരു വാക്യം വായിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എഫെസ്യ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു: ദൈവത്തിന് സ്തോത്രം. മീതെ ദുഷ്ടൻ്റെ തീയമ്പുകളെയൊക്കെയും കെടുക്കുവത്തക്കതായ വിശ്വാസം എന്ന പരിച എടുത്തുകൊണ്ട് നിൽപ്പീൻ. നമുക്കറിയാം ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അതിൻ്റെ ആദ്യ വാക്യം നമ്മളിങ്ങനെ വായിക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം ഇങ്ങനെ എഴുതിയിരിക്കുന്നു: നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിയും ദൈവത്തിന് സ്തോത്രം നീതി എന്ന കവചം ധരിച്ചും സമാധാന സുവിശേഷത്തിനുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കിയും എല്ലാറ്റിനും മീതെ ദുഷ്ടൻ്റെ തീയമ്പുകളെയൊക്കെയും കെടുക്കത്തക്കതായ വിശ്വാസം എന്ന പരിചയം എടുത്തു നിൽപ്പീൻ. എന്താ പിശാചിൻ്റെ ദൈവത്തിന് സ്തോത്രം. നമുക്ക് ഇവിടെ പറയും നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളുടെ ദുഷ്ടാത്മ ശക്തിയോടും അത്രേ. അതുകൊണ്ട് ദിവസത്തിൽ എതിർപ്പാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിച്ചു കൊള്ളുവീൻ. അപ്പം ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ സർവായുധവർഗം എന്തെന്ന് അതാണ് ദൈവത്തിന് സ്തോത്രം നമ്മളിവിടെ വായിച്ചത്. ദൈവത്തിന് സ്തോത്രം അതിലൊന്നാണ് ദൈവത്തിന് സ്തോത്രം ഹല്ലേലൂയ വിശ്വാസം എന്ന പരിച. ദൈവത്തിന് സ്തോത്രം. പ്രിയമുള്ളവരെ, എനിക്ക് ഇന്ന് രാവിലെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയുവാനുള്ളതോ ദൈവത്തിന് സ്തോത്രം വിശ്വാസം എന്ന പരിച നമ്മൾ എടുക്കണം. ദൈവത്തിന് എന്തിനാണെന്ന് ചോദിച്ചാൽ അവിടെ തന്നെ എഴുതിയിട്ടുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദുഷ്ടൻ്റെ തീയമ്പുകളെയൊക്കെയും കെടുക്കത്തക്കതായ വിശ്വാസം എന്ന പരിച. ഹല്ലേലൂയ. നമുക്കറിയാം പ്രിയമുള്ളവരെ, തീയമ്പുകൾ പോലെ നമ്മുടെ ജീവിതത്തിന് നേരെ ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ അതിനെ തരണം ചെയ്യുവാൻ ദൈവത്തിന് വിശ്വാസം എന്ന പരിച നമുക്കുണ്ടായിരിക്കണം. ദൈവവചനം നമ്മളെ പഠിപ്പിക്കുക. ഈ തീയമ്പുകളെന്ന് പറഞ്ഞാൽ ദൈവത്തിന് മിസൈല് പോലെ ഹല്ലേലൂയ നമ്മളെ ആക്രമിക്കുവാൻ ദൈവത്തിന് സ്തോത്രം ഹല്ലേലൂയ മൂർച്ചയേറിയ ആയുധങ്ങളുമായിട്ട് ദുഷ്ടൻ കടന്നു വരുമ്പോൾ വിശ്വാസം എന്ന പരിചയം എടുത്തുകൊണ്ട് നിൽപ്പാൻ ദൈവവചനം നമ്മളെ പഠിപ്പിക്കുക. ദൈവത്തിന് സ്തോത്രം. ഇവിടെ പറയുകയാണ് വിശ്വാസം എന്ന ഈ പരിചയം എന്തിനെ കാണിക്കും? നമുക്കറിയാം സംരക്ഷണത്തെ കാണിക്കുന്നതാണ്. വിശ്വാസം എന്ന പരിചയം എന്ന് പറഞ്ഞാൽ വിശ്വാസം അത്ര നമുക്ക് തീക്ഷ്ണമായിട്ടുണ്ടായിരിക്കണമെന്ന് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുക. ജീവിതത്തിന് നേരെ പ്രതിസന്ധികൾ ഇട്ടുകൊണ്ട് പ്രശ്നങ്ങൾ ഇട്ടുകൊണ്ട് ഹല്ലേലൂയ നമ്മളെ ഇല്ലാതാക്കുവാൻ നോക്കുന്ന തീയമ്പുകളുടെ ഹല്ലേലൂയ പോലുള്ളതായ പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ വിശ്വാസമെന്ന പരിചയം എടുത്തുകൊണ്ട് മുന്നേറുവാൻ ദൈവവചനം നമ്മളെ പഠിപ്പിക്കുക. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഇന്ന് രാവിലെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയുവാനുള്ളത് നമ്മുടെ വിശ്വാസം കുറഞ്ഞു പോകരുത്. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ വിശ്വാസം കുറഞ്ഞു പോകരുത്. ദൈവത്തിന് സ്തോത്രം. നിൽപ്പാൻ തക്കതായ വിശ്വാസം ദൈവത്തിന് സ്തോത്രം ഹല്ലേലൂയ വിശ്വാസം എന്ന പരിച നമ്മൾ എടുക്കണമെന്ന് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുക. നമ്മളെ തകർത്ത് കളയുവാൻ, നമ്മളെ ഇല്ലായ്മ ചെയ്യുവാൻ ദുഷ്ടൻ അമ്പുകളുമായി നമ്മുടെ നേരെ പാഞ്ഞു വരുമ്പോൾ ദൈവത്തിന് സ്തോത്രം. എത്ര പേർക്ക് പറയുവാൻ കഴിയും, എൻ്റെ അകത്തുള്ള എന്നിലുള്ള ആ വിശ്വാസം അത് ചോർന്നു പോകത്തില്ല. ഈ വിശ്വാസം എന്ന പരിച നമുക്കറിയാം സംരക്ഷണത്തെ കാണിക്കുക. ആ പരിച നമ്മൾ എടുത്തുകൊണ്ട് നിൽക്കണമെന്ന് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുക. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. സർവായുധ വർഗത്തിൻ്റെ ഒരു ദൈവത്തിന് സ്തോത്രമാണ് ഈ വിശ്വാസം എന്ന പരിചയെന്ന് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നു. ദൈവത്തിന് സ്തോത്രം. സർവായുധ വർഗം വിഷയമല്ലാത്തത് കൊണ്ട് അതിലേക്ക് ഞാൻ കടന്നു പോകുന്നില്ല. പ്രിയമുള്ളവരെ, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നമുക്കറിയാം 12 വർഷം രക്തസ്രവമുള്ള സ്ത്രീ ഹല്ലേലൂയ മറ്റുള്ളവരാൽ നിന്ദിക്കപ്പെട്ടവൾ, ദുഷിക്കപ്പെട്ടവൾ, പരിഹസിക്കപ്പെട്ടവർ, സമൂഹത്തിൻ്റെ മധ്യ അവർക്ക് കടന്നു ചെല്ലുവാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നവൾ. ദൈവത്തിന് സ്തോത്രം. അവൾ ഹല്ലേലൂയ അവളുടെ ജീവിതത്തിന് നേരെ ഹല്ലേലൂയ ഇതുപോലുള്ളതായ പ്രതിസന്ധികൾ കടന്നു വന്നപ്പോൾ അവൾ എവിടാ പോയത്? ദൈവത്തിന് സ്തോത്രം. അവൾക്കറിയാം അവളെ വിടിവിക്കുന്ന ഒരുവൻ ഇതുവഴി കടന്നു വരുന്നുണ്ടെന്ന്. ദൈവത്തിന് സ്തോത്രം. അവളെ സൗഖ്യമാക്കുവാൻ കഴിയുന്ന ഒരുവൻ ഇതുവഴി കടന്നു വരുന്നിട്ടുണ്ടെന്ന്. അവളുടെ വിശ്വാസം എത്ര വലുതായിരുന്നുവെന്ന് ദൈവവചനം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നു. അവൾ ദൈവത്തിന് സ്തോത്രം സമൂഹത്തിൽ അവൾ ഒറ്റപ്പെട്ടവളായിരുന്നു. ദൈവത്തിന് സ്തോത്രം മറ്റുള്ളവരുടെ മുമ്പിൽ അവൾ നിന്ദിക്കപ്പെട്ടവളായിരുന്നു. എന്നാൽ ദൈവത്തിന് സ്തോത്രം ഹല്ലേലൂയ നമ്മളവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ അവിടെ ഹല്ലേലൂയ
ഹാലലുയ. പണമെല്ലാം അവൾ നഷ്ടപ്പെടുത്തി. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഉള്ളതെല്ലാം വൈദ്യന്മാർക്ക് കൊടുത്തു. എന്നിട്ടും ഒരു പ്രയോജനവുമില്ലാതെ പ്രതിസന്ധികളുടെ നടുവിൽ, പ്രശ്നങ്ങളുടെ നടുവിൽ കൂടി കടന്നുപോയ ഒരുവളായിരുന്നു രക്തസ്രവമുള്ള സ്ത്രീ എന്ന് ദൈവവചനം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നു. ദൈവത്തിന് സ്തോത്രം. എന്നിട്ട് അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, യേശു കടന്നു പോകുന്നത് കേട്ടിട്ട് അവൾ ഹാലലുയ ആരും അറിയാതെ ആ ജനക്കൂട്ടത്തിൻ്റെ നടുവിൽ കൂടി ചെന്നിട്ട് യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ടെന്നാണ് നമ്മളവിടെ എഴുതിയിരിക്കുന്നത്. യേശു പറയുന്നു, എങ്കിൽ നിന്ന് ശക്തി പുറപ്പെട്ടു. ഹാലലുയ. ആരോ എന്നെ തൊട്ടു. ഹാലലുയ. പ്രിയമുള്ളവരെ, ഇന്ന് രാവിലെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയുവാനുള്ളത്, നിന്റെ വിശ്വാസം ഉറച്ചതായിരിക്കട്ടെ. പ്രശ്നങ്ങളും പ്രതിസന്ധികളും നേരെ കടന്നു വന്നാലും ഈ രക്തസ്രവമുള്ള സ്ത്രീയെ പോലെ ഹാലലുയ ഒരു വിശ്വാസം നമുക്കുണ്ടായിരിക്കട്ടെ. ഹാലലുയ. എൻ്റെ യേശുവിനെ ഒന്ന് തൊടണം, എൻ്റെ യേശുവിൻ്റെ അടുക്കൽ ഒന്ന് കടന്നു ചെല്ലണം. എൻ്റെ പ്രശ്നത്തിന് പരിഹാരം വരുത്തുവാൻ കഴിയുന്നവനാണ് എൻ്റെ യേശുവെന്ന് പൂർണ്ണമായിട്ട് വിശ്വസിച്ചേറ്റെടുക്കുക. ഇവള് കടന്നു ചെന്നപ്പോൾ യേശുവിൻ്റെ വസ്ത്രത്തെ തൊട്ടപ്പോൾ ഹാലലുയ ക്ഷണ നേരത്തിൽ അവനിൽ നിന്ന് ശക്തി പുറപ്പെട്ടു. എന്നെ തൊട്ടതാരെ? ശിഷ്യന്മാരും മറ്റുള്ളവരും പറഞ്ഞു, ഇത്രയും ജനം തിരക്കിക്കൊണ്ടിരിക്കുമ്പോൾ നീ എന്താ പറയുന്നത്? ഹാലലുയ. എന്നാൽ യേശു പറഞ്ഞു, അതല്ല, എന്നെ ആരോ തൊട്ടു, എങ്കിൽ നിന്ന് ശക്തി പുറപ്പെട്ടു. അവൾ ആരും കാണണ്ട എന്ന് ചിന്തിച്ചൊളിച്ചിരുന്നവൾ ദൈവത്തിന് സ്തോത്രം അവിടെ പ്രത്യക്ഷപ്പെടുകയാണ്. യേശുവിനോട് അവളുള്ള സംഗതി പറയുകയാണ്. എന്നിട്ട് യേശു അവളോട് പറയുക, നിൻ്റെ വിശ്വാസം വലുത്. ഹല്ലേലൂയ. ദൈവത്തിന് നിൻ്റെ വിശ്വാസം പോലെ നിനക്ക് ഭവിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. അവിടെ ആ വിശ്വാസം, അതാണ് നമ്മുടെ വിശ്വാസം. അതായിരിക്കട്ടെ നമ്മുടെ വിശ്വാസം. എൻ്റെ യേശുവിൻ്റെ അടുക്കലൊന്ന് കടന്നു എന്നാൽ എൻ്റെ പ്രശ്നത്തിന് പരിഹാരം വരും. എൻ്റെ യേശുവിൻ്റെ അടുക്കലൊന്ന് കടന്നു എന്നാൽ എൻ്റെ വിഷയത്തിന് പരിഹാരം വരുമെന്ന് ഇന്ന് രാവിലെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നാളുകളായി ഭാരപ്പെടുന്ന വിഷയങ്ങളിലുമായി ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയുവാനുള്ളത്, നിങ്ങളുടെ വിശ്വാസമൊന്ന് വർദ്ധിക്കട്ടെ. ഹല്ലേലൂയ. യേശുവിൻ്റെ അടുക്കലൊന്ന് കടന്നു വാ. ഹല്ലേലൂയ. യേശുവിൻ്റെ അടുക്കലൊന്ന് കടന്നു വാ. വിശ്വാസം എന്ന പരിചയം ഒന്ന് ഹല്ലേലൂയ എടുത്തുകൊണ്ട് യേശുവിൻ്റെ അടുക്കലേക്കൊന്ന് കടന്നു വാ. ഹല്ലേലൂയ. ദൈവം നമ്മളെ വിടുവിപ്പാൻ ശക്തനാ. പ്രിയമുള്ളവരെ, തീയമ്പുകൾ പോലെ നമ്മുടെ ജീവിതത്തിന് നേരെ പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ വിശ്വാസം എന്ന പരിചയം ഒന്ന് എടുക്കുക. ഹല്ലേലൂയ. പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ, രോഗങ്ങൾ ഇട്ടുകൊണ്ട് നമ്മളെ ഇല്ലായ്മ ചെയ്യുവാൻ ദുഷ്ടൻ നോക്കുമ്പോൾ, ഹല്ലേലൂയ അവിടെ വിശ്വാസം എന്ന പരിചയം എടുത്തുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിൽ ഒന്ന് കടന്നു വരുവാൻ തയ്യാറായാൽ വിടുതൽ തീർച്ചയായും. പ്രിയമുള്ളവരെ, നമ്മൾ മറന്നു പോകരുത്. ഇവിടെ പറയുകയാണ്, വിശ്വാസം എന്ന പരിചയം എടുക്കുക. ഹല്ലേലൂയ. വിശ്വാസം ഒരു ആയുധമാണ്. ദൈവത്തിന് ആയുധമാണ്. പരിചയം ഒരു ആയുധമാണ്. നമ്മൾക്കവിടെ വായിക്കുമ്പോൾ നമുക്ക് അങ്ങനെയാണ് കാണുവാൻ കഴിയുന്നത്. നമ്മൾ ഹല്ലേലൂയ അതെടുത്ത് ദൈവസന്നിധി നമ്മൾ കടന്നു വന്നാൽ ദൈവം നമ്മളെ വിടുവിപ്പാൻ ശക്തി. നമ്മുടെ വിശ്വാസം അത്രമേൽ വർദ്ധിക്കണമെന്ന, നമ്മുടെ വിശ്വാസം കുറഞ്ഞു പോകരുതെന്ന. ഇവിടെ ഈ രക്തസ്രവമുള്ള സ്ത്രീ, അവൾ ഹല്ലേലൂയ ഏറിയ വൈദ്യന്മാരാൽ വളരെ ഭാരപ്പെട്ടു, വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ചു. അനേക പ്രതിസന്ധികൾ, കൂരമ്പുകൾ, ഈ തീയമ്പുകൾ പോലുള്ള പ്രശ്നങ്ങൾ അവിടെ നേരെ കടന്നു വന്നു. ദൈവത്തിന് സ്തോത്രം. എന്നാൽ അവൾ ചിന്തിച്ചു, എൻ്റെ കർത്താവിൻ്റെ അടുക്കലൊന്ന് കടന്നു പോകണം, എൻ്റെ കർത്താവിൻ്റെ അടുക്കലൊന്ന് കടന്നു പോകണം. ആരും കാണാതെ അവൾ കടന്നു ചെന്ന് യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ട് സൗഖ്യമായതുപോലെ ഇന്ന് രാവിലെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയുവാനുള്ളത്, അല്ലെങ്കിൽ നാളുകളായി രോഗം ഇട്ടുകൊണ്ട്, പ്രയാസങ്ങൾ ഇട്ടുകൊണ്ട്, ബോധ്യമുട്ടുകൾ ഇട്ടുകൊണ്ട് ജീവിതത്തിന് നേരെ പ്രതിസന്ധികൾ കടന്നു വരുന്നുവെങ്കിൽ ദൈവത്തിന് സ്തോത്രം, ഭാരപ്പെടേണ്ട. വിശ്വാസം ഹല്ലേലൂയ വർദ്ധിക്കട്ടെ. എൻ്റെ യേശുവിൻ്റെ അടുക്കൽ കടന്നു പോയാൽ, എൻ്റെ യേശുവിനോട് പറഞ്ഞാൽ എൻ്റെ വിഷയത്തിന് പരിഹാരമെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട് ഇന്ന് രാവിലെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവർ? നിങ്ങൾ യേശുവിൻ്റെ അടുക്കലൊന്ന് കടന്നു വാ. വിടുതൽ സുനിശ്ചിതമാ. പ്രിയമുള്ളവരെ, വിടുവിപ്പാൻ കഴിയുന്നവൻ നമ്മുടെ മധ്യേ കടന്നു വന്നിട്ടുണ്ട്. വിശ്വാസമെന്ന പരിചയം നമ്മൾ എടുക്കുക. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. തീയമ്പുകൾ പോലെ പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിന് നേരെ കടന്നു വന്നാലും പ്രശ്നങ്ങളുടെ നടുവിൽ പതറിപ്പോകാതെ വിശ്വാസമെന്ന പരിചയം എടുത്തുകൊണ്ട് നിൽപ്പാൻ ദൈവവചനം നമ്മളെ പഠിപ്പിക്കുക. സർവായുധ വർഗം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് പോരാട്ടമുള്ള ജഡരത്വങ്ങളോടല്ല,
വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ ലോകത്തിലെ ദുഷ്ടാത്മ സേനയോടും അത്രയെന്ന് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നു. നമ്മൾക്ക് നിൽക്കുവാൻ കഴിയേണ്ടതിന് വിശ്വാസമെന്ന പരിചയം നമ്മൾ എടുക്കുക. ദൈവത്തിന് സ്തോത്രം. ദുഷ്ടൻ പിശാച് നമ്മളെ ഇല്ലായ്മ ചെയ്യുവാൻ നോക്കുന്ന ഇടത്ത് ഹല്ലേലൂയ നമുക്ക് നേരെ നിൽക്കുവാൻ നമുക്ക് കഴിയേണ്ടതിന് വിശ്വാസമെന്ന പരിചയം നമ്മൾ എടുക്കുക. ദൈവവചനം നമ്മൾ ഹല്ലേലൂയ ഈ ദിവസങ്ങളിൽ ദൈവവചനത്തിലൊന്ന് ഉറക്കി പ്രിയമുള്ളവരെ, ദൈവവചനത്തിൽ നമ്മളൊന്ന് ഉറക്കി നമുക്ക് അല്ലെ പ്രതിസന്ധികളേറെ കടന്നു വന്നാലും തീയമ്പുകൾ പോലുള്ള പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നാലും വിശ്വാസം എന്ന പരിചയം എടുത്തുകൊണ്ട് ജയം മുന്നേറുവാൻ കർത്താവ് നമ്മളെ ആഹ്വാനം ചെയ്യുക. ദൈവത്തിന് സ്തോത്രം. ഈ സ്ത്രീയെ പോലെ രക്തസ്രവമുള്ള സ്ത്രീയെ പോലെ എനിക്ക് യേശുവിനെ ഒന്ന് കാണണം, യേശുവിനെ ഒന്ന് തൊടണമെന്ന് നമ്മൾ ആഗ്രഹിച്ചപ്പോൾ അവിടെ രക്തസ്രവം നിന്നുവെന്ന് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുക. പ്രിയമുള്ളവരെ, നമ്മളൊന്ന് ആഗ്രഹത്തോട് കർത്താവിൻ്റെ സന്നിധിയിലൊന്ന് കടന്നു പോവാം, വിശ്വാസത്തോട് കർത്താവിൻ്റെ സന്നിധിയിലൊന്ന് കടന്നു പോവാം. നമ്മുടെ വിഷയത്തിന് പരിഹാരമാണ്. നമ്മെ തന്നെ ദൈവസ്ഥല ഈ വചനത്തിന് മുമ്പാകെ സമർപ്പിക്കാം. പരിശുദ്ധനായ കർത്താവേ, ഇന്ന് രാവിലെ ഞങ്ങളെ കേൾപ്പിച്ച നല്ല വചനത്തിനായിട്ട് സ്തോത്രം. വിശ്വാസം എന്ന പരിചയം എടുത്തുകൊണ്ട് ഈ ദിവസങ്ങളിൽ മുന്നേറുവാൻ തീയമ്പുകൾ പോലുള്ള പ്രശ്നങ്ങൾ ജീവിതത്തിൽ കടന്നു വന്നാലും വിശ്വാസം എന്ന പരിചയം എടുത്ത് മുന്നേറുവാൻ അവിടുന്ന് ഞങ്ങളെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങളെല്ലാം സമർപ്പിക്കുന്നു, താഴ്ത്തുന്നു, എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കുക. സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ. സ്തോത്രം.